നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഏപ്രിൽ മാസം ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ കഴിഞ്ഞിട്ട് രാവിലെ ഏകദേശം ഒരു 12 മണി ഉച്ചയായ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തു. അതായത് ഇന്ത്യൻ എയർഫോഴ്സിനും ഇന്ത്യൻ ആംഡ് ഫോഴ്സിനും 5ഓളം എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു. ഞാൻ ഡ്രോണും എല്ലാം കൂടെ കൂട്ടി അത് 6-7ഓളം ഞാൻ അത് പറയുകയും ചെയ്തു. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ എൻ്റെ യൂട്യൂബ് ചാനൽ പിന്നീട് ബാൻ ചെയ്തു ഒരു 4-5 ദിവസത്തേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിന് അതിന് ശേഷമാണ് പിന്നീട് അത് തിരിച്ചു കിട്ടുന്നത്. എന്നെ വളരെ മോശമായ രീതിയിൽ രാജ്യദ്രോഹി, നുണയൻ, കള്ളൻ, അത് ഇത് മാട കോട പറയുന്നത് മുഴുവനും കള്ളമാണ്. ജേർണലിസം അറിയത്തില്ല, 7ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ എന്ത് ജേർണലിസം ചെയ്യുന്നു, ഹണി ട്രാപ്പ് ചെയ്യുന്നു, ആ ട്രാപ്പ് ചെയ്യുന്നു, ഈ ട്രാപ്പ് ചെയ്യുന്നു. ആസ് എ ജേർണലിസ്റ്റ്, നാഷണൽ ജേർണലിസ്റ്റ്, ഞാൻ ഡൽഹി ബേസ്ഡ് ജേർണലിസ്റ്റാണ്, അതിൽ ഉറച്ചു നിന്നു. കാരണം ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻസ് ഈ പത്രങ്ങളിൽ കൂടെ വെബ്സൈറ്റിൽ കൂടെ മാത്രമല്ല, അവിടെ പോയിരുന്ന് അത് റിപ്പോർട്ട് ചെയ്ത ജേർണലിസ്റ്റും ആ ഓപ്പറേഷനിൽ പങ്കെടുത്ത ചില ഒഫീഷ്യൽസുമായിട്ട് അവരുമായിട്ട് സംസാരിച്ച ശേഷമാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് ഞാനതിൽ ഉറച്ചു നിന്നു. പിന്നീട് നിങ്ങൾക്കറിയാം എന്താണ് ഉണ്ടായത്. കുറച്ച് കഴിയുമ്പോൾ CDS പറയുന്നു, അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ആർമിയുടെ ഡെപ്യൂട്ടി ചീഫ് പറയുന്നു, ഇന്ത്യയുടെ ഡിഫൻസ് അറ്റാച്ച് ക്യാപ്റ്റൻ ശിവകുമാർ ഇന്തോനേഷ്യയെ പറയുന്നു. പിന്നീട് ഏറ്റവും ഭയാനകമായ രീതിയിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ അലയൻസ് പാർട്ട്ണറായ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നു 5 എണ്ണം പോയി. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നും ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന ചർച്ചകൾ, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഗവൺമെൻറ്റോ ഒറ്റ വാക്കിലൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? അതായത് പഠിക്കാൻ പോകുന്നൊരു കുട്ടി എക്സാമിനേഷൻ എഴുതാൻ പോകുന്നു, അത് കഴിയുമ്പോൾ പേന ഒടിയുന്നു, പെൻസിൽ ഒടിയുന്നു, മാറ്റർ അല്ല, അൾട്ടിമേറ്റ് ആയിട്ട് റിസൾട്ടാണ് മാറ്റർ എന്ന് പറയുന്നു രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ രക്ഷാമന്ത്രി, അതായത് ഡിഫൻസ് മിനിസ്റ്റർ. ഞാൻ എന്താ പറഞ്ഞത്? അതായത് നമുക്കൊരു എയർ സുപ്പീരിയോറിറ്റി ഉണ്ടായിരുന്നു. അത് പാകിസ്ഥാന് മുകളിൽ മാത്രമല്ല, ചൈനയുടെ മുകളിൽ. ആ സംഭവം നമ്മൾക്ക് നഷ്ടപ്പെട്ടു. അതേപോലെ ചൈനയുടെ പ്രോക്സി ആയിട്ട് അവരുടെ ലാബായിട്ട് പാകിസ്ഥാനെ പങ്കെടുപ്പിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു രാജ്യസഭയിലും ലോക്സഭയിലും. ഇപ്പോൾ രാജ്യസഭയിൽ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് നാളെയും നിൽക്കും. അതായത് പ്രതിപക്ഷം പറയുമ്പോഴും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി പറയുമ്പോഴും ഇന്ത്യയുടെ ഭരണ നേതൃത്വം, അതായത് മോദി ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഇന്ത്യയുടെ ഭരണ നേതൃത്വം, അതായത് മനസ്സിലാക്കുക, ഞാൻ മോദി ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഞാൻ BJP അല്ല സപ്പോർട്ട് ചെയ്തിരുന്നത്, ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്. പക്ഷേ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂവിനകത്ത് ഈ പറയുന്നത് മുഴുവനും കള്ളമാണെന്ന് ബോധ്യമായി. കാരണം അവരുടെ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി ഇന്ത്യൻ പട്ടാളത്തെ ഉപയോഗിച്ചു. അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കൊടുത്തില്ല. അതുതന്നെയാണ് ഡിഫൻസ് അറ്റാച്ച്, അതായത് ഇന്തോനേഷ്യയിലെ ക്യാപ്റ്റൻ ശിവകുമാർ പറഞ്ഞത്. പൊളിറ്റിക്കൽ ഡിസിഷനാണ് പ്രശ്നമുണ്ടായത്. എന്താ CDS അനിൽ ചൗഹാൻ പറഞ്ഞത്? ആദ്യത്തെ 2 ദിവസം സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ഉണ്ടായി, പിന്നീട് ഞങ്ങൾ അത് തിരിച്ചു വന്നു, അത് തിരിച്ചടിച്ചു. ഇനി നമ്മൾ ഏകദേശം ഈ പറയുന്ന ചർച്ചയ്ക്കകത്ത് ഈ പല ചോദ്യങ്ങൾക്കും, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, അതായത് കേന്ദ്രമന്ത്രിമാരാണെങ്കിലും അവസാനം ഇതിൽ പങ്കെടുത്ത, ഈ ചർച്ചയിൽ അവസാനം പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ചില കാര്യങ്ങളിൽ വലിയ ഒളിച്ചുകളി അങ്ങ് നടത്തുകയാണ്. ഒറ്റ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് പാർലമെന്റിൽ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്. ട്രംപിനെ പേടിയാണോ അല്ലയോ? ഉറപ്പായിട്ടും മോദിക്കും കൂട്ടർക്കും ട്രംപിനെ പേടിയ. ചെറിയ പേടിയല്ല, വലിയ പേടിയ. 10ഓ 25ഓ പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് പലയിടത്തും വെച്ച് ഇന്ത്യക്കെതിരെ പറഞ്ഞിട്ട് ഒരക്ഷരം പോലും പറയാൻ കഴിയാത്ത ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്താ അദ്ദേഹത്തിന് പറഞ്ഞുകൂടായോ?
ട്രംപ് പറയുന്നത് കള്ളമാണെന്ന് ഒറ്റ വാക്ക് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ഇന്ത്യ ഭരിക്കുന്നവർക്ക് കഴിയുന്നില്ല. അപ്പൊ എന്തോ ഭയമായത്. അപ്പൊ എവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തളച്ചിട്ടിരിക്കുന്നത്? ആരാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത്? ഇന്ത്യ ഗവൺമെന്റ് ആണോ, അതോ ട്രംപിന്റെ ഗവൺമെന്റ് ആണോ, അമേരിക്കൻ ഗവൺമെന്റ് ആണോ? എന്താണ് ജയശങ്കർ പറഞ്ഞു പോയ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ട്രംപ് ഇത്ര പ്രാവശ്യമേ വിളിച്ചുള്ളൂ. ഇതിനകത്ത് മനസ്സിലാക്കുക. അതിനുശേഷം ട്വീറ്റുകൾ നോക്കുക. മാർക്ക് റൂബിയോ, അമേരിക്കൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി, അദ്ദേഹം എന്താ ട്വീറ്റിൽ അന്ന് പറഞ്ഞിരുന്നേ, 48 മണിക്കൂർ നിരന്തരമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫും അതേപോലെ പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ISI അയാളുമായിട്ട് സംസാരിച്ച ശേഷമാണ് സീസ് ഫയർ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. എല്ലാം കള്ളത്തരം പറയുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ് ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ എന്തിനാണ് ഈ ട്രംപിന്റെ അടിയിൽ പോയി നിൽക്കാനുണ്ടായ കാരണം എന്തുവാ? പക്ക ഗുജറാത്തിയുടെ സ്വഭാവം. അതായത് നമ്മൾ വളർത്തിയെടുത്ത ഇന്ത്യ എന്തിനാണ് ഈ അമേരിക്കൻ സായിപ്പിന്റെ മുന്നിൽ പോയി അടിയറ വെക്കുന്നത്? എവിടെയാണ് പാളിച്ച ഉണ്ടായത്? അതായത് കഴിഞ്ഞ 11 വർഷം ഞാൻ ഇന്ത്യൻ പാർലമെന്റ് സ്ഥിരമായിട്ട് എൻ്റെ ഡിബേറ്റും പരിപാടിയൊക്കെ കാണുന്ന ഒരാളാണ്. ആദ്യമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി, പ്രത്യേകിച്ച് BJP, ശരിക്കും ഈ പ്രതിപക്ഷത്തിന്റെ പല ചോദ്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ആംബുഷ് ചെയ്തപ്പെട്ടു. ആൻസർ ഇല്ല പലതിനും. ചൈനയെ പറ്റി ഒരു വാക്ക് മിണ്ടുന്നില്ല. എല്ലാം ചൈനയുടെ സംഭവമായിട്ട് അതിന്റെ ലാബ് ടെസ്റ്റാണ് പാകിസ്ഥാൻ നടത്തിയേക്കുന്നത്. ഒരു വാക്ക് ചൈനയെ പറ്റി പറയുന്നില്ല. എന്തുകൊണ്ടാണ് ടർക്കിയെ പറ്റി മിണ്ടാഞ്ഞത്? കാരണം അറേബ്യൻ രാജ്യങ്ങളെ ഭയം. അതായത് മനസ്സിലാക്കുക, ഇത്രമാത്രം അമേരിക്കയും ചൈനയും ഭയക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് ഇത്ര ഭയം? ഇത്രമാത്രം ഭയക്കുന്ന ആവശ്യം എന്തുവാ? ഇതൊന്നും അല്ലല്ലോ സംഘപരിവാർ പറയുന്നത്. അവരതടിക്കും, ഇതടിക്കും, അത് തൊലയ്ക്കും. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, ഈ പറയുന്ന BJP, മോദി അവരുടെ മാത്രമൊന്നും അല്ല, ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയാണ്. നാഷണൽ സെക്യൂരിറ്റിക്ക് അത് ഒരു കാരണവശാലും വിട്ടുവീഴ്ച പാടില്ല. ഇന്ത്യയുടെ സൈനിക മേധാവികളും മറ്റുള്ളവരും പലയാവർത്തി പലയിടത്ത്, പല ഫിക്കിയിലാണെങ്കിലും സിംഗപ്പൂരിലാണെങ്കിലും ബ്ലൂംബർഗിലാണെങ്കിലും ഇന്തോനേഷ്യയിലും ഇത് പറയുമ്പോൾ അവരെന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം അവർക്ക് വേറെ നിവർത്തിയില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് നോക്കുക. അപ്പൊ ട്രംപിനെതിരെ ഒരു വാക്ക് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിവില്ല. ഒരു വാക്ക്. ട്രംപ് പറഞ്ഞത് കള്ളമാണ്, അയാളല്ല ഇടപെട്ടെന്ന് പറയുന്നില്ല. ഞങ്ങൾ വേറെ ആരുമില്ല, DGMO സംസാരിച്ചു. ഇത് ലോകത്തെ ഇന്ത്യ മുഴുവൻ ഫൂളാക്കുകയാണ്. എങ്ങനെയാണ് വാർ നടന്നുകൊണ്ടിരിക്കുക, 2 DGMO പെട്ടെന്ന് ആരുടെ ഇൻസ്ട്രക്ഷനോട് കൂടിയാണ് ഇവർ സംസാരിക്കുന്നത്? സിമ്പിൾ ചോദ്യമല്ലേ? പൊളിറ്റിക്കൽ ഡിസിഷൻ ഇല്ല എങ്കിൽ ഈ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ എങ്ങനെ സംസാരിക്കും? അപ്പൊ ആരാണ് ഇടപെട്ടത്? ഇതിനൊന്നും ഉത്തരം തരുന്നില്ല. അതേപോലെ തന്നെ ഇവരെന്തൊക്കെയാ പറഞ്ഞത്? അത് പിടിച്ചെടുക്കും, ഇത് പിടിച്ചെടുക്കും, അത് പിടിച്ചെടുക്കും. ഞാനൊരു കാര്യം പറയാം. ഇതോടുകൂടി ചൈന എന്ന് പറയുന്ന സംഭവം ഇന്ത്യയുടെ തലയിൽ കയറി. അതിന്റെ പ്രത്യാഘാതമാണ് പെട്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ ചൈനയിൽ പോയിട്ട് അവർക്ക് വിസ ഇളവും അതും ഇതും ട്രേഡും എല്ലാം തുറന്നു കൊടുത്തു. ഭയന്നുപോയി. അതായത് ഇന്ത്യ ഇന്ന് ലോകത്ത് ഭയക്കുന്ന 2 രാജ്യങ്ങൾ, ഒന്ന് അമേരിക്ക, രണ്ടാമത് ചൈനയും. ആരാതിന് കാരണം? വിദേശ നയത്തിന്റെ പ്രത്യാഘാതമാണ്. ഇവിടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഫ്ലോപ്പാണെന്ന് ഞാൻ പറയുന്നത്. ഇത് ആർക്ക് വേണ്ടി അത് ചെയ്തത്? ഈ 3 ഭീകരന്മാരെ പിടിക്കാൻ വേണ്ടി പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി ചെയ്തതാണ്. ഞാൻ ഇന്ത്യൻ പട്ടാളത്തെയും ഇന്ത്യൻ വ്യാവസായികവും 1% പോലും കുറ്റം പറയത്തില്ല. അവർ ഹൈലി പ്രൊഫഷണലാണ്, ഹൈലി ട്രെയിൻഡ് ആണ്. പക്ഷെ അവർക്ക് സമയം കൊടുക്കണം. അവരെ കൈകെട്ടി വെക്കരുത്. ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തൊലയ്ക്കാൻ പറയുക, തൊലച്ചിട്ട് തിരിച്ചു വരാൻ പറയുക. ഇന്നത് ചെയ്യുക, ഇന്നത് മാത്രമേ ചെയ്യുക. പാകിസ്ഥാന്റെ മിലിറ്ററി ബേസിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ തുടരരുത്, അതിനെ തുടരരുത്, ഇതിനെ തുടരരുത്. മുഴുവൻ റെസ്ട്രിക്ഷൻസ്. അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയെടുത്തത്? അതായത് കഴിഞ്ഞ 11 വർഷം, കഴിഞ്ഞ ദിവസം 2 ദിവസം ഡിബേറ്റില് നമ്മളത് പൂർണ്ണമായിട്ടും ശരിക്കും ശ്രദ്ധിച്ച് കാണുവാണെങ്കിൽ
മോദി ഗവൺമെന്റിന്റെ പരാജയമായിരുന്നു ഈ സംഭവം. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എടുത്തു നോക്കുക. ഈ പറയുന്ന വലിയ ഡെലിഗേഷൻ പോയി ലോകം മുഴുവനും കംപ്ലീറ്റ് ഫെയിലിയർ. അതിനകത്ത് ഏതെങ്കിലും നേതാക്കൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ പാർലമെന്റിൽ ഈ പോയ ഏതെങ്കിലും രാജ്യം പാകിസ്ഥാനെ കുറ്റം പറഞ്ഞില്ല? ഒരു രാജ്യം പോലും. പാകിസ്ഥാൻ അമേരിക്ക പിന്നെ പല സഹായം ചെയ്തു കൊടുക്കുന്നു. അതായത് IMF വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ ലോൺ അവർ സാങ്ഷൻ ആയി കൊടുത്തു. ഇന്ത്യയെ പൂർണ്ണമായിട്ട് ഐസൊലേറ്റ് ചെയ്തു. പോടാ പുല്ലേ എന്ന് പറഞ്ഞു ഇന്ത്യയോട്. ഈ ഒരു ഗതികേട് എന്തിനാ മോദി ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചത്? എന്തിനാണ് ഈ അമേരിക്കയെ പെട്ടെന്ന് കാണാൻ ട്രംപ് വന്നപ്പോൾ കാണാൻ പോയതൊക്കെ കാര്യം എന്തുവാ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു രാഷ്ട്രത്തിലെ അവിടുത്തെ പ്രസിഡന്റിനെ വിജയിപ്പിക്കാൻ അവിടെ ക്യാമ്പയിന് പോയിട്ടുണ്ടോ? ഇതിനൊക്കെ ഇവിടെ ഓരോ ജനങ്ങൾക്ക് ഇത് അറിയേണ്ട ആവശ്യമുണ്ട്. അതായത് സ്വന്തം PR-ഉം പരിപാടിയും കുറച്ച് ഗുജറാത്തികൾക്ക് വേണ്ടിയൊന്നും അല്ല ഈ മഹാഭാരതം നിലനിൽക്കേണ്ടത്. അമേരിക്ക എന്ന് പറഞ്ഞ അവന്റെ കാര്യങ്ങൾ മാത്രമേ അവൻ നോക്കുകയുള്ളൂ. അവന് വേറെ ഒരൊറ്റ ഒരാളോട് യാതൊരു മമതയില്ല. യൂറോപ്യൻ രാജ്യങ്ങളോട് ചെയ്ത കണ്ടോ? അവസാനം യൂറോപ്യൻ രാജ്യങ്ങൾ പോയി സറണ്ടർ ചെയ്തു. അതാണ് ട്രംപിന്റെ അതാണ് അമേരിക്ക. അമേരിക്കയെ പറ്റി പഠിക്കാൻ ഇപ്പോഴും ഈ പറയുന്ന BJP ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് മനസ്സിലായിട്ടില്ല. കാരണം അവരെ ട്രിക്കി സ്വഭാവത്തിൽ മാത്രമേ അവരോട് നിൽക്കാൻ സാധിക്കുള്ളൂ. അവസാനം അമേരിക്കയുടെയും താഴെ പോയി, ചൈനയുടെയും താഴെ പോയി. ഈ ഗതികേടിൽ നമ്മളെ ആരാ എത്തിച്ചത്? ആർക്ക് വേണ്ടിയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്? ഇതിനേക്കാൾ എത്രയോ സംഭവങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാക്കാമായിരുന്നു. പല രീതിയിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നു. കൺവെൻഷണൽ മാറിയിട്ട് അൺകൺവെൻഷണൽ രീതിയിൽ ഇന്ത്യക്ക് പലയിടത്തും വിജയിക്കാൻ സാധിക്കുമായിരുന്നു. അതിനെയൊക്കെ നശിപ്പിച്ചതാരാണ്? ഇതിനൊക്കെ ഓരോ ഇന്ത്യക്കാരോടും ഈ പറയുന്ന മോദി ഗവൺമെന്റും പ്രധാനമന്ത്രിയും ഉത്തരം പറയേണ്ടതുണ്ട്.